നമ്മുടെ വീട്ടിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മളെല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടൊന്നും അവരൊരിക്കലും കരുതില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ജനിച്ചു വീണ നാൾ മുതൽ തന്നെ ഇത് നിർലോഭമായി ഒരു മുടക്കമില്ലാതെ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർക്കിത് വലിയ കാര്യമായിട്ടൊന്നും തോന്നാത്തത്. അതുപോലെ നമുക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോകാം എന്നുള്ളത് നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യമായിട്ടൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും പോകാം, അതൊരു സാധാരണ കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ കോവിഡ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി പുറത്തേക്കൊക്കെ സ്വതന്ത്രമായി ഇറങ്ങാൻ കഴിയുക, ആളുകളായിട്ടൊക്കെ സംസാരിക്കാൻ കഴിയുക എത്ര സുന്ദരമായ കാര്യമാണ് എന്നുള്ളത് ഇടക്ക് നമ്മുടെ ജനത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കോവിഡിലൂടെ പ്രകൃതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാൻസിലടക്കം പല നഗരങ്ങളിലുമൊക്കെ തന്നെ ഇപ്പോൾ നദികളൊക്കെ ക്ലീൻ ആവുകയും അവിടെ വീണ്ടും നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള പോലെ മത്സ്യങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ലോകം അങ്ങനെ നിശ്ചലമായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മാസ്കില്ലാതെ സഞ്ചരിക്കുന്നതിൻ്റെ സുഖം പോലും നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളത് വാസ്തവമാണ്. ഞാനിപ്പോൾ ഇത്രയും ഇൻട്രൊഡക്ഷനൊക്കെ നടത്താൻ കാരണം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വഴിയരികിലൊക്കെ ഒരു വലിയ ഹോർഡിംഗ് നിന്നിരുന്നു. ആ ഹോർഡിംഗ് ഒക്കെ കണ്ട് നമ്മുടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഈ മാധ്യമങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു അപനിർമ്മിതികൾ നമ്മുടെ മനസ്സിനെയൊക്കെ അവർ വല്ലാതെ സ്വാധീനിച്ചതുകൊണ്ട് നമുക്ക് വലിയ പുച്ഛമാണ് തോന്നിയത്. ആ പുച്ഛം തോന്നിയിട്ടുള്ളൊരു വാചകം എന്ന് പറയുന്നത് പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് പറയുന്നൊരു വാചകമാണ്. അത് പിന്നീട് ആദ്യം PRDയും പിന്നീട് നമുക്കറിയാം LDFിൻ്റെ പ്രചരണത്തിന് വേണ്ടിയും ഒക്കെ തന്നെ അവർ വലിയ ഗംഭീരമായിട്ടുള്ള ഹോർഡിങ്ങുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരുന്നു. പിണറായി വിജയൻ സർക്കാർ നടത്തിയൊരു നേട്ടമായി അവർ അവതരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മുടെ കുട്ടികളോട് ഇപ്പം നമ്മൾ പറയുകയാണ് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയൊക്കെ നമ്മൾ ഫുഡ് വാങ്ങിച്ച് തരുന്നില്ലേ, നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള ഏതാണ്ട് ഒരു പുച്ഛമുണ്ടാവും. കാരണം അവർക്ക് പലപ്പോഴും പുറത്തുപോയി ഫുഡ് കഴിക്കാനും അതുപോലെ കുറച്ചുകൂടി ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ ഡിമാൻഡുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത് മേടിച്ചു കൊടുക്കുന്ന ആളുകളോടോ അല്ലെങ്കിൽ അത്തരം വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ആളുകളോടൊക്കെ തന്നെ അവർക്കൊരു താല്പര്യം ഉണ്ടാവും. അത് പിന്നെ കുട്ടികളാണ്, അവർക്ക് അത്രയൊന്നും അറിവില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അവർ വിശപ്പൊന്നും അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് കേരളത്തിലുമൊക്കെ ആളുകൾ ഈ പവർ കട്ട് എന്നുള്ളത് മറന്നിരുന്നു. ഇപ്പോൾ നമുക്ക് പക്ഷേ അത് വീണ്ടും പുതിയതായി നമുക്ക് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം വലിയ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് നേരിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ, അതായത് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ ഒരു രോഗി മരിച്ച വിവരം നിങ്ങൾക്കറിയാം. അതിനുവേണ്ടി ഒരു നേഴ്സ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ചപ്പോൾ അവർ ചോദിച്ചത് അവിടെ ഇൻവെർട്ടർ എന്തുകൊണ്ട് മേടിച്ചു വെച്ചില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കറണ്ടൊക്കെ പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, അതിനുവേണ്ടി ഇൻവെർട്ടർ മേടിച്ച് വെക്കണം എന്ന് പറയുന്നൊരു ഉപദേശമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള രീതിയിൽ പവർ കട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ തന്നെ ഇന്നൊരു ടയറിൻ്റെ ഒരു പ്രശ്നം, ടയറൊന്ന് മാറാൻ വേണ്ടിയിട്ട് കാറുമായി ചെന്നപ്പോൾ തന്നെ അവിടെ കറണ്ടില്ല, അതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നില്ല. കൂടാതെ നിരവധി IT പാർക്കുകളിൽ, ഇൻഫോ പാർക്കുകളിൽ, അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ അത്തരത്തിലുള്ള കമ്പനികളൊക്കെ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് കറണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമ്മളെ കേരളത്തിലേക്ക് ഒരു ഇൻഡസ്ട്രി വരണം, വ്യവസായം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ അവർക്ക് നിർലോഭമായി കൊടുക്കേണ്ടത്, യാതൊരുവിധ മുടക്കവുമില്ലാതെ കൊടുക്കേണ്ടത് ഇലക്ട്രിസിറ്റിയാണ്. ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു പരിഷ്കൃത രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തൊരു കാര്യം, അവിടെ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലക്ച്വേഷൻ പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. അവിടെ യഥാർത്ഥത്തിൽ ഒരേപോലെ തന്നെ ഇലക്ട്രിസിറ്റി എപ്പോഴും കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ വീഗാർഡൊക്കെ അവിടെയാണ് ഇരുന്നുവെങ്കിൽ അവിടെ ഒരു ചിലവുണ്ടാവില്ല. കാരണം അവിടെ ഇലക്ട്രിസിറ്റി ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്തൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഏതാണ്ട് സ്റ്റേബിളായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ഉണ്ടായ 6056 ദശലക്ഷം യൂണിറ്റിൻ്റെയൊക്കെ ഉപഭോഗത്തിനേക്കാൾ യഥാർത്ഥത്തിൽ കുറവാണ്. ഇപ്പം 4830 ദശലക്ഷം യൂണിറ്റുകൾ മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെ ഒരു കുറവ് ഉപഭോഗം ഉണ്ടാകുമ്പോൾ പോലും യഥാർത്ഥത്തിൽ നമ്മളെ പവർ കട്ട് ബാധിച്ചിരിക്കുന്നു. അതിന് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ 48% വെള്ളം കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയിരുന്നു, പക്ഷേ 23% വെള്ളമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം അതൊന്നുമല്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കേരളത്തിൽ ഒരു കാരണവശാലും അതിൻ്റെ താപനിലയങ്ങളോ ജല താപനിലയങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ നിർമ്മിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് ഏതാണ്ട് 40% മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ.
ആ 40% മാത്രമുള്ളപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പുറത്ത് നിന്ന് വളരെ കൃത്യമായി ഈ വൈദ്യുതി വാങ്ങുന്നതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് വളരെ കൃത്യമായി നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, അതെങ്ങനെയാണ് മാനേജ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ മാനേജ്മെൻറ്റ് നടത്തുന്നതിൽ ഈ ഗവൺമെൻറ് അതിദാരുണമായി പരാജയപ്പെട്ടു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം, ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടെന്നോ സതീശൻ സർക്കാർ പരാജയപ്പെട്ടെന്ന് പറയില്ല, പകരം അത് തന്നെ എടുത്ത് നമ്മുടെ സണ്ണി ജോസഫ് സാറിൻ്റെ, അതായത് വൈദ്യുത മന്ത്രിയുടെ ചുമലിലേക്ക് വെക്കാനും ബാക്കിയൊന്നും ഇവിടെ കുഴപ്പമില്ല എന്ന് പറയാനും ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലിരുന്ന് സ്മൃതി പരുത്തിക്കാടൊക്കെ പറയുന്നത് നമ്മളുടെ ഭാഗത്തും കുറേ തെറ്റുണ്ട്, നമ്മളും കുറേ സൂക്ഷിക്കണം, നമ്മൾ സ്വിച്ചൊക്കെ ആവശ്യമില്ലാതെ ഇടും, അത് സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തും, പക്ഷേ അത് ഓഫാക്കാൻ നമ്മൾ മറന്നു പോകും, ഫാൻ ഓഫാക്കാൻ മറന്നു പോകും, അതുപോലെ കിടന്നുറങ്ങുമ്പോൾ മാത്രം മറ്റേ AC ഇട്ടാൽ പോരെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പിണറായി വിജയൻ്റെ കാലത്താണ് ഈ പവർ കട്ട് സംഭവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ ആരും തന്നെ സതീശൻ സർക്കാരിനെ കുറ്റപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. കാരണം MM മണിയൊക്കെ ഭരിക്കുമ്പോൾ പോലും നമുക്ക് അദ്ദേഹത്തിന് അറിവില്ല, വിവരമില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹമൊക്കെ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ മിടുക്കനായിരുന്നു, കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാളായിരുന്നു. അദ്ദേഹം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഒരു ദിവസം പോലും കേരളത്തിൽ പവർ കട്ട് ഉണ്ടാകരുത്, അത് നിങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പണി പോകും എന്നുള്ള നിലക്ക് വളരെ കൃത്യമായ ഓർഡർ കൊടുക്കാനും ആ ഓർഡറുകളെ ശിരസാ വഹിക്കാനും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അങ്ങനെയുള്ളപ്പോഴാണ് നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ 4830 മെഗാവാട്ടിൽ നിന്ന് നമ്മുടെ ഉപഭോഗം യഥാർത്ഥത്തിൽ അത്രയുമേ ഉള്ളൂ. നേരത്തെ അത് 6033 മെഗാവാട്ടായിരുന്നു, ദശലക്ഷം മെഗാവാട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായ വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ പവർ കട്ട് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പർച്ചേസ് ചെയ്യാനുള്ള മാനേജ്മെൻറ്റിൽ പാളിപ്പോയി എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് വൈദ്യുതി അവിടെ നിന്ന് കിട്ടാനില്ല, മേടിക്കാനില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. വൈദ്യുതി കിട്ടാനുണ്ട്, അത് വളരെ കിട്ടാനുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഇവൻ കർണാടകയിൽ പോലും ഏതാണ്ട് 9 രൂപയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈദ്യുതി കിട്ടും പെർ യൂണിറ്റിന്. പക്ഷേ അത്തരത്തിൽ നമ്മളിവിടെ നിന്നുള്ള ആളുകളൊന്നും തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ സണ്ണി ജോസഫ് സാറിനെ മാത്രമായിട്ട് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അദ്ദേഹം KPCC പ്രസിഡന്റാണ്, ഒപ്പം വൈദ്യുതി മന്ത്രിയുമാണ്. കൂടാതെ നമുക്കറിയാം കോൺഗ്രസിൻ്റെയൊക്കെ നിലവാരം വെച്ചിട്ട് ഏതാണ്ട് 1.5 മാസത്തോളം ആദ്യം ഇടിയായിരുന്നു, അതിനുശേഷമാണ് ചുമതലയേറ്റത്. എങ്കിൽ പോലും ഇത് കൃത്യമായി നടത്തിക്കൊണ്ടു പോകാനൊന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ ഫെയിലിയറിലേക്ക് നമുക്കറിയാം ഈ ഒരു ഗവൺമെൻറ്റും അനുഭവിക്കാത്ത രീതിയിൽ കഴിഞ്ഞ ഒരൊറ്റ മാസം തികയുമ്പോഴേക്കും തന്നെ വലിയ പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് VD സതീശൻ സർക്കാർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കനത്ത അടികൂടി ഉണ്ടായിരിക്കുന്നു, അതാണ് പവർ കട്ട് എന്ന് പറയുന്നത്. ആ പവർ കട്ട് ഇപ്പം അനുസ്യൂതം തുടരുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ അത് 2-3 മണിക്കൂറുകളൊക്കെ വരെ നീളുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കറണ്ട് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആയിരക്കണക്കിന് 10,000-കണക്കിന് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഇൻഫോ പാർക്കിൽ, ടെക്നോ പാർക്കിൽ, ഇത്തരത്തിലുള്ള വലിയ സംരംഭങ്ങളിൽ ഒരു ദിവസം പോലും 1 മണിക്കൂർ പോലും വൈദ്യുതി ഇല്ലാതെ അവരുടെ സാധനങ്ങൾ, ഗുഡ്സൊക്കെ ഈ പറയുന്ന പോലെ വളരെ സുരക്ഷിതമായി വെക്കാൻ കഴിയാത്ത നിരവധി ലെവലിലുള്ള നിരവധി ഇൻഡസ്ട്രികൾ, മെഡിക്കൽ കമ്പനികൾ, ഡിസ്ട്രിബ്യൂട്ടഡ് ഫാർമസി കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. അങ്ങനെ പ്രതിസന്ധിയിലായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നത്. ഇപ്പോഴെങ്കിലും ജനങ്ങൾക്ക് പവർ കട്ടില്ലാത്ത 10 കൊല്ലങ്ങളുടെ ഒരു പ്രാധാന്യം മനസ്സിലായി. അത്തരത്തിലുള്ള ഒരു മെച്ചം യഥാർത്ഥത്തിൽ ഈ പവർ കട്ടുകൾ കൊണ്ടുണ്ടായി എന്നുള്ളത് വളരെ വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഇനി ഏറ്റവും ഒടുവിലത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു വൈദ്യുതി മന്ത്രി ഒരിക്കലും പറയാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ പ്രതിസന്ധി എപ്പോൾ തീരും എന്നുള്ളത് പോലും അറിയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു കാര്യത്തിനുള്ള പ്ലാൻ കൂടിയില്ല. ഇപ്പം ഏറ്റവും ഒടുവിൽ ഞാൻ ഈ വാർത്ത ചെയ്യുന്നതിന് ഏതാണ്ട് കുറച്ച് മുമ്പുകൾ വരെ 200 മെഗാവാട്ട് യൂണിറ്റ് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു വാർത്തയുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഏതാണ്ട് 1000 മെഗാവാട്ടിനടുത്തുള്ള ഷോർട്ടേജ് നമുക്കുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഷോർട്ടേജുകളിലേക്ക് ഇനി ഇത് പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്ന് പറയുന്ന ചോദ്യമുണ്ട്. അതിന് KSEBയുടെ റെഗുലേറ്ററി കമ്മീഷനൊക്കെയുള്ള നിരവധി ഘടകങ്ങളുടെ തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തീരുമാനങ്ങളെ കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതല യഥാർത്ഥത്തിൽ മന്ത്രിക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കാര്യം ജനത്തിന് ബോധ്യമായിരിക്കുന്നു, നമ്മൾ നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എത്ര വലുതായിരുന്നു എന്നുള്ളത് കോവിഡ് നമ്മളെ ബോധ്യപ്പെടുത്തിയതുപോലെ ഇപ്പോൾ പവർ കട്ടില്ലാത്ത 10 കൊല്ലങ്ങൾ എത്ര മഹത്തരമായിരുന്നു, എത്ര സുന്ദരമായിരുന്നു എന്നും MM മണിയാശാനെയൊക്കെ കുറിച്ചൊക്കെ ഓർക്കാൻ നമുക്കിപ്പോൾ
കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ പവർ കട്ടിലും തെളിതെരിയിച്ച് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി വെളിച്ചം പോലെ നമ്മൾ കാണേണ്ട കാര്യമാണ്. ടോപ്പിക്ക് കഴിഞ്ഞു. നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്. അതിൻ്റെ പേര് ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. ഇംഗ്ലീഷിൽ അതിന് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ചുരുക്കപ്പേരിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുക്കാൻ BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ആ ചാനലിൽ നമ്മൾ നിരവധി 2 പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ ഇതുവരെ ഇട്ടിട്ടുണ്ട്. 3ാമത്തെ പോഡ്കാസ്റ്റ് ഉടൻ തന്നെ വരും, ഈ ആഴ്ച തന്നെ. അപ്പോൾ 3ാമത്തെ പോഡ്കാസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും തന്നെ കഴിഞ്ഞ 2 പോഡ്കാസ്റ്റുകളും കാണണം. അത്തരത്തിൽ നിരവധി പോഡ്കാസ്റ്റുകൾ എടുക്കുന്നതിന് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന്, നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം, മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ആ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുണ്ട്. അതുപോലെയുള്ള മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ചാനലിൽ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുള്ള 2 പോഡ്കാസ്റ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ മെമ്പർഷിപ്പ് എടുക്കുന്നവർ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വീഡിയോകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറയട്ടെ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകാനല്ല, മറ്റൊരു ചാനൽ നടത്തിക്കൊണ്ടു പോകാനാണ് നമുക്ക് അത്തരത്തിലുള്ള സപ്പോർട്ടൊക്കെ വേണ്ടത്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ആ ചാനലിൽ ഇട്ടേക്കുന്ന 2ാമത്തെ എപ്പിസോഡ് ഇപ്പോൾ ഏതാണ്ട് 1,60,000-ലധികം ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, വളരെ കുറച്ച് സമയം കൊണ്ട്. വലിയ സന്തോഷം നിങ്ങളത് സ്വീകരിച്ചതിൽ. കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണണം. കാരണം ഈ കേരളത്തിൽ നിങ്ങളോട് ആരും പറയാൻ സാധ്യതയില്ലാത്തൊരു കഥ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പാർലമെൻ്ററി പാർട്ടിയിൽ ഒട്ടും തന്നെ ഒരു 2 അക്കം പോലും തികഞ്ഞ പിന്തുണയില്ലാതിരുന്ന, പാർട്ടിയിലൊട്ടും പിന്തുണയില്ലാതിരുന്ന BD സതീശൻ എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ളൊരു കഥ, അതിൻ്റെ ഉള്ളുകളികളെക്കുറിച്ച് ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുടെ ഒരു കഥ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കുക. കൂടാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് മറന്നു പോകണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.